ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇതാ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചെങ്കിൽ അത് എന്തായാലും താഴെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് നമ്മളെ വീഡിയോ എങ്ങനെ എന്താണെന്നൊക്കെ ഒന്ന് മാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത് ദോശയാണ് കേട്ടോ. അപ്പോൾ ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവൊക്കെ ഇതാക്കി നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ദോശയാണ് ഇഷ്ടം. എത്ര ദോശ ഉണ്ടാക്കിയാലും അവർക്കൊരു മടുപ്പുണ്ടാവില്ല. ദോശ, ഇഡ്ഡലി കഴിക്കാൻ ചമ്മന്തി, ചട്നിനേക്കാൾ ഇഷ്ടം ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ചമ്മന്തിയോ അല്ലെങ്കിൽ ഉള്ളിച്ചട്നി ഉണ്ടല്ലോ അതുണ്ടാക്കും. തേങ്ങാ ചട്നിയോട് അത്ര ഉണ്ട് താല്പര്യമില്ല കേട്ടോ അവർക്ക്. അപ്പോൾ പിന്നെ ഞാനും അവരുടെ ഇഷ്ടം നോക്കൂട്ടോ. അവർക്ക് എന്താണ് ഇഷ്ടം വെച്ചെങ്കിൽ അതുണ്ടാക്കി കൊടുക്കുക. അപ്പോൾ മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഒന്നോ പൊട്ടൊക്കെയാണ് കഴിക്കുക. ഇതാകുമ്പോൾ പിന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതിയിട്ട് അവരങ്ങ് കഴിച്ചോളും. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇതിലേക്കുള്ള ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിത് സവാള എടുത്തിട്ടുള്ളത്. ചെറുള്ളിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ വേഗം ആകാൻ വേണ്ടിയിട്ട് വെല്ലുള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലോട്ട് 4-5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുടെ പൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടെ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഉലുവ ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉലുവ ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നല്ലൊരു ബ്രൗൺ കളർ ആവുമ്പോഴും നമുക്കിതിങ്ങനെ ഇളക്കി എടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലുണ്ട് വരും. അപ്പോൾ മാത്രം നമുക്ക് തീയാണ്ട് ഓഫ് ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയെടുത്താൽ കേട്ടോ. ദോശയ്ക്കും വീട്ടിലേക്കും ചോറിനൊക്കെ നമുക്കിത് കൂട്ടി കഴിക്കുക ഈ ഒരു ചമ്മന്തി. അപ്പോൾ ഇതാണ് ഇവിടെ ചമ്മന്തി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉള്ളിച്ചട്നിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചമ്മന്തി ഇഷ്ടമല്ലാത്തവർക്ക് കറി ഒഴിച്ചിട്ടും കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നേരത്തെ ചമ്മന്തിയിൽ നിന്ന് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് മാറ്റി വെച്ചിട്ടാണ് ഈ ഉള്ളി ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറിന് അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ബീഫാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഞാൻ ബീഫും നന്നായി കഴുകി കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഓൾറെഡി വറുത്ത പൊടി തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മളത് ബീഫൊക്കെ വെക്കുമ്പോൾ നമ്മളത് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് നമ്മൾ ബീഫിലോട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അതിലോട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ്, ഉലുവ, പിന്നെ ലേശം മീറ്റ് മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ നന്നായി കഴുകിയ ശേഷം അത് നമ്മൾ എല്ലായിടത്തേക്കും ആവുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതിലോട്ടുള്ള പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മളെ മല്ലിച്ചെപ്പുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചിയുണ്ട്, വലിയ ജീരകം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നമ്മളെ ബീഫിലോട്ടാണ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി കൈ വെച്ച് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കൂടും കേട്ടോ. കറണ്ട് പോയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കറണ്ട് വന്നതാണ് കേട്ടോ. ബീഫ് നമ്മൾ കയ്യിൽ കൊണ്ടോ അല്ലെങ്കിൽ വല്ല ചട്ടകം കൊണ്ടൊക്കെ ഇളക്കണേക്കായി കൈ നന്നായി കഴുകിയ ശേഷം അങ്ങനെ എല്ലായിടത്തും മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് ആ ബീഫിന് കിട്ടും കേട്ടോ. പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്. മൺകലത്തിലൊക്കെ വെക്കുക. നമ്മളിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടി കുക്കറിലാണ്ട് വെക്കും. ഒരു 4-5 വിസിലൊന്നും നമ്മളെ ബീഫ് റെഡി. പക്ഷേ പണ്ട് അങ്ങനെയല്ല, നമ്മൾ മൺകലത്തിലൊക്കെ ഉണ്ട് വെച്ച് അടുപ്പത്തിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഒരു മണം പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ബീഫൊക്കെ ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് പാത്രങ്ങൾ എനിക്ക് കഴുകാണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടമ്മമാരുടെ ഏറ്റവും വലിയ കൂടുതലുള്ള പണിയാണ് പാത്രം കഴുകലല്ലേ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ബീഫ് ഞാൻ റോസ്റ്റാണ് കേട്ടോ ആക്കുന്നത്. ഇനിയിപ്പോൾ ചോറിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കറി വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി വെണ്ടക്ക പുളിയാണ് കേട്ടോ വെക്കുന്നത്. ഇതിവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ എൻ്റെ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ വെണ്ടയ്ക്ക നല്ല നാടൻ വെണ്ടയ്ക്കയാണ് കേട്ടോ. നന്നായി വാട്ടിയെടുത്ത് അതിലോട്ട് ഞാൻ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് പിന്നെ പുളി മസാലകളൊക്കെ ഇട്ട് കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് വെണ്ടക്ക കറി. അങ്ങനെ നമ്മളെ ബീഫൊക്കെ നന്നായിട്ട് വെന്ത് തൂമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരമാണ്. വൈകുന്നേരത്ത് പിന്നെ 2 പഴം ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് ലക്ഷം പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. സ്കൂളില്ലാത്ത ദിവസമായത് കൊണ്ട് തന്നെ ഫുൾ കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ മാവൊക്കെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ പഴം കട്ട് ചെയ്തതൊക്കെ ഏതൊക്കെ ഷേപ്പിലായിട്ടുണ്ട് കേട്ടോ. വല്ലാതെ നന്നായിട്ട് പഴുത്ത പഴമായതുകൊണ്ടേ
അങ്ങനെ എന്താ ഞാൻ ഈ ഒരു മാവിൽ ദോശമാവിൻ്റെ കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ വെറും അരിപ്പൊടിയും മൈദയും മാത്രമാണ് ഇടുള്ളൂ. പക്ഷേ ഇപ്പോൾ ദോശമാവിന്ന് ലേശം ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി കഴിക്കാൻ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. മൈദ കുറച്ച് അരിപ്പൊടിയാണ് ഇടുകയാണ് ചെയ്തിട്ട്, സോറി, ദോശമാവിൻ്റെ പൊടി ഒഴിക്കുക ചെയ്തിട്ടുള്ളൂ കേട്ടോ മാവ്. എന്തായാലും നമ്മുടെ പഴംപൊരി സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് പൊള്ളക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമാണ് പാൽ ചായക്ക് പഴംപൊരി കേട്ടോ, നല്ലൊരു ടേസ്റ്റാണത്. അങ്ങനെ ഇതാ പുറത്തും എല്ലാം മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. കൂട്ടിന് മഴ പെയ്യുമ്പോൾ നല്ല പാൽ ചായയും നല്ലൊരു പഴംപൊരി. അങ്ങനെ ഇഷ്ടമുള്ളവർ ആരൊക്കെയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ മനസ്സിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് ചെറിയ കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങോട്ട് സന്തോഷിക്കണ്ടേ. അല്ലാതെ ഇപ്പോൾ ടെൻഷനായിട്ട് നമ്മൾ മക്കൾക്കൊക്കെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കും നമ്മുടെ മക്കൾക്കായിരിക്കും അല്ലേ. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് അടുക്കളയൊക്കെ ക്ലീനാക്കി ഞാൻ ഇനി ഉറങ്ങാൻ പോട്ടെ. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാവുമെന്ന് അറിയില്ല. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതോ ഇഷ്ടപ്പെട്ടതോ എന്നുണ്ടെങ്കിൽ നിങ്ങളെനിക്കത് കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. താങ്ക് യു.